അപ്പോൾ നമ്മൾ എക്സൽ ഓപ്പൺ ചെയ്യുന്നത് പഠിച്ചു. നമുക്കറിയാം സ്റ്റാർട്ട് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് EX എന്ന് ടൈപ്പ് ചെയ്ത് നമുക്ക് എക്സൽ ഓപ്പൺ ചെയ്യാം. എക്സൽ എന്നത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ അല്ലെങ്കിൽ ഇതിൽ അല്ലെങ്കിൽ ഓപ്പൺ എന്നതിൽ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യാം. ജസ്റ്റ് ക്ലിക്ക് ചെയ്തു, ഓപ്പണായി. അതിനുശേഷം ബ്ലാങ്ക് വർക്ക് ബുക്ക് ലഭിക്കാൻ ബ്ലാങ്ക് വർക്ക് ബുക്കിൽ ക്ലിക്ക് ചെയ്യുക, ഓപ്പണായി. അതിനുശേഷം ക്ലോസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ അത് ക്ലോസ് ചെയ്തു. ഇനി ഡെസ്ക്ടോപ്പിൽ ഇതിൻ്റെ ഐക്കൺ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൽ ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി. അതായത് ഇതിൽ ഒരു ക്ലിക്ക് ചെയ്യുമ്പോൾ, സിംഗിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് സെലക്ട് ആവും. ഡബിൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അത് ഓപ്പൺ ആയിട്ട് വരും. വർക്ക് ബുക്ക് ഓപ്പൺ ചെയ്യുന്നു. അപ്പോൾ ബ്ലാങ്ക് വർക്ക് ബുക്ക് ഓപ്പണായി. ഇപ്പം നമ്മൾ പഠിച്ചത് ഒരു സോഫ്റ്റ്വെയർ, അതായത് എക്സൽ സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യാനും അതിൽ വർക്ക് ബുക്ക് ഓപ്പൺ ചെയ്യാനും ഓപ്പൺ ചെയ്ത വർക്ക് ബുക്കിനെ മിനിമൈസ് ചെയ്യാൻ, റീസ്റ്റോർ ചെയ്യാൻ, ക്ലോസ് ചെയ്യാൻ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് അതിന് താഴെയുള്ള റിബൺ ടാബുകളെ കുറിച്ചാണ്. അതായത് സോഫ്റ്റ്വെയറിൽ, എക്സൽ സോഫ്റ്റ്വെയറുകളിൽ നമുക്ക് ഉപയോഗിക്കേണ്ട ടൂളുകൾ, ഫങ്ഷൻസുകൾ, അതുപോലെ ഓപ്ഷനുകൾ, ഇതെല്ലാം ഇവിടെ റിബൺ ടാബിൽ ഓരോ ടാബുകളിലായിട്ട്, ഇപ്പോൾ ഹോം ടാബ്, ഇൻസേർട്ട് ടാബ്, ഡ്രോ ടാബ്, പേജ് ലേഔട്ട് എന്നുള്ള രീതിയിൽ ഓരോ റിബൺ ടാബുകളായിട്ട്, ആ റിബൺ ടാബുകളിൽ ഓരോ ഗ്രൂപ്പുകളായിട്ട് ഇവിടെ ക്ലിപ്പ് ബോർഡ്, ഫോണ്ട്, അലൈൻമെൻറ്റ്, നമ്പർ, സ്റ്റൈൽ എന്നിങ്ങനെ വ്യത്യസ്ത ഗ്രൂപ്പുകളിലായിട്ട് ടൂളുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ അറേഞ്ച് ചെയ്തതുകൊണ്ട് നമുക്ക് എളുപ്പത്തിൽ ടൂളുകളും ഓപ്ഷനുകളൊക്കെ ഓപ്പൺ ചെയ്യാൻ കഴിയും, അല്ലെങ്കിൽ ഉപയോഗിക്കാൻ കഴിയും. അപ്പോൾ നമുക്ക് ഡിഫോൾട്ടായിട്ടുള്ളത് ഹോം ടാബാണ്. ഹോം ടാബിൽ കോമൺലി നമ്മൾ യൂസ് ചെയ്യുന്ന ക്ലിപ്പ് ബോർഡ്, ഫോണ്ട് ഐറ്റം. ഫോണ്ട് എന്ന് പറയുമ്പോൾ ഒരു ലെറ്ററിൻ്റെ അല്ലെങ്കിൽ നമ്മൾ ടൈപ്പ് ചെയ്യുന്നതിൻ്റെ ഫോണ്ട് സ്റ്റൈൽ മാറ്റാൻ, അതിൻ്റെ വലുപ്പം കൂട്ടാൻ, കുറക്കാൻ, ബോൾഡാക്കാൻ, ഇറ്റാലിക് ആക്കാൻ, അതിന് കളർ കൊടുക്കാനൊക്കെ ഉള്ള ഓപ്ഷനുകൾ ഫോണ്ടിലുണ്ട്. അതുപോലെ തന്നെ അലൈൻമെൻറ്റ് സെറ്റ് ചെയ്യുക, നമ്പർ സ്റ്റൈൽ സെറ്റ് ചെയ്യുക, അങ്ങനെ കുറേ കാര്യങ്ങളാണ്. ഇനി നമുക്ക് എന്തെങ്കിലും ഇൻസേർട്ട് ചെയ്യണം, ഈ എക്സലിലേക്ക് വല്ലതും ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ വളരെ സിമ്പിളാണ്. ഇൻസേർട്ട് ടാബ് ഉപയോഗിക്കുക. ഇൻസേർട്ട് ടാബ് ഉപയോഗിച്ചാൽ ഇതിൽ ടാബിൾ ഇൻസേർട്ട് ചെയ്യാം, ഇല്ലുസ്ട്രേഷനുകൾ ഇൻസേർട്ട് ചെയ്യുക, ചാർട്ടുകൾ ഇൻസേർട്ട് ചെയ്യുക, സ്പാർക്ക് ലൈൻ ഇൻസേർട്ട് ചെയ്യുക, ഇങ്ങനെ ഫിൽറ്റേഴ്സ് ഇൻസേർട്ട് ചെയ്യുക, അതൊക്കെ ഇൻസേർട്ട് ചെയ്യുക. അതായത് ഇൻസേർട്ട് ചെയ്യുന്നത് മുഴുവൻ നമ്മൾ ഇൻസേർട്ട് ടാബിലാണുള്ളത്. നെക്സ്റ്റ് പേജ് ലേഔട്ട്. പേജ് ലേഔട്ട് എന്ന് പറയുമ്പോൾ ഒരു എക്സൽ വർക്ക് ബുക്ക് പ്രിൻ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കാണേണ്ട ആവശ്യത്തിന് അതിൻ്റെ പേപ്പർ സൈസ്, അത് പേപ്പറിൻ്റെ സൈസിൻ്റെ അപ്പോൾ അതിൻ്റെ ഓറിയൻറ്റേഷൻ, മാർജിന്, പ്രിൻ്റ് ഏരിയ ഒക്കെ സെറ്റ് ചെയ്യാൻ പേജ് സെറ്റപ്പ് ഉപയോഗിക്കാം. പേജിൻ്റെ സൈസ്, ഓറിയൻറ്റേഷൻ, മാർജിൻ, സൈസൊക്കെ ഇവിടെ പേജ് സെറ്റപ്പ് എന്നതിൽ ഉപയോഗിക്കാം. അതുപോലെ തന്നെ അതിൻ്റെ വിഡ്ത്ത്, ഹൈറ്റ്, സ്കെയില് അഡ്ജസ്റ്റ് ചെയ്യാം. ഷീറ്റ് ഓപ്ഷൻസ് ഇവിടെ സെറ്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഒബ്ജക്റ്റുകൾ മുകളിലോ താഴെയായിട്ടൊക്കെ അറേഞ്ച് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇവിടെ പേജ് ലേഔട്ട് എന്നതിൽ സെറ്റ് ചെയ്യാൻ കഴിയും, അല്ലെങ്കിൽ അതിൽ നിന്ന് ആ ഓപ്ഷൻസ് എടുക്കാൻ കഴിയും. ഇനി ഫോർമുല ടാബാണ് എടുക്കുന്നതെങ്കിൽ ഫോർമുല ടാബിൽ ഇവിടെ ഇൻസേർട്ട് ഫങ്ഷൻസ് ഉണ്ട്, ഓട്ടോസം ഉണ്ട്, റീസെൻ്റ്ലി യൂസ് ചെയ്ത ഫങ്ഷൻസ് കാണാം, ഫൈനാൻഷ്യൽ ഫങ്ഷൻസ്, ലോജിക്കൽ ഫങ്ഷൻസ്, ടെക്സ്റ്റ് ഫങ്ഷൻസ്, ഡേറ്റ് ഫങ്ഷൻസ്, ലുക്കപ്പ് ആൻഡ് റെഫറൻസ് ഫങ്ഷൻസ്, മാത്ത് ട്രിഗർ ഫങ്ഷൻസ്, മോർ ഫങ്ഷൻസ്, ഇങ്ങനെ 450-ലധികം ഫങ്ഷൻസ് ഇൻബിൽഡ് ആയിട്ട് എക്സലിലുണ്ട്. ഇതൊക്കെ യൂസ് ചെയ്ത് നമുക്ക് നമ്മുടെ കണക്കുകളെ അല്ലെങ്കിൽ നമ്മുടെ ഡാറ്റകളെ കൈകാര്യം ചെയ്യാൻ കഴിയും. മനസ്സിലാവുന്നുണ്ടല്ലോ. നെക്സ്റ്റ് അടുത്തതാണ് ഡാറ്റ ടാബ്. ഡാറ്റ ടാബിൽ നമുക്ക് ഡാറ്റകൾ കൈകാര്യം ചെയ്യുന്നതിൽ ഗെറ്റ് ഡാറ്റ, ട്രാൻസ്ഫോം ഡാറ്റ, അതേപോലെ ക്വറീസ് ആൻഡ് കണക്ഷൻസ്, ഡാറ്റകൾ ഷോർട്ട് ചെയ്യാൻ, ഫിൽട്ടർ ചെയ്യാൻ, ഡാറ്റ ടൂളുകൾ, അതുപോലെ തന്നെ ഇവിടെ ഫോർകാസ്റ്റിൽ, വാട്ട് ഇഫ് അനാലിസിസിൽ, സെനാരിയോ മാനേജർ, ഗോൾ സീക്ക്, ഡാറ്റ ടേബിൾ, ഇങ്ങനെയൊക്കെ ഡാറ്റകളെ നമുക്ക് വളരെ എളുപ്പത്തിൽ, അതുപോലെ ഗ്രൂപ്പാക്കാൻ, അൺഗ്രൂപ്പ് ആക്കാൻ, ഡാറ്റകളുടെ സബ് ടോട്ടൽ കാണാനൊക്കെ ഉള്ള ഓപ്ഷൻസ് ഡാറ്റ ടാബിലുണ്ട്. അതായത് ഡാറ്റകൾ കൈകാര്യം ചെയ്യാൻ, മാനേജ് ചെയ്യാൻ ഡാറ്റ ടാബ് യൂസ് ചെയ്യാം. അടുത്തത് റിവ്യൂ ടാബാണ്. റിവ്യൂ ടാബിൽ പ്രൂഫ് നോക്കാൻ, അതുപോലെ തന്നെ സ്പെല്ലിംഗ് ചെക്ക് ചെയ്യാൻ, കമൻറ്റുകൾ കൊടുക്കാൻ, ട്രാൻസ്ലേറ്റ് ചെയ്യാനൊക്കെ ഉള്ള ഓപ്ഷൻസ് റിവ്യൂ ടാബിലുണ്ട്. നെക്സ്റ്റ് വ്യൂ ടാബാണ്. വ്യൂ ടാബിൽ ഇവിടെ നമുക്ക് വർക്ക് ബുക്കിൻ്റെ നോർമൽ വ്യൂ, പേജ് ബ്രേക്ക് പ്രിവ്യൂ, പേജ് ലേഔട്ട്, കസ്റ്റം എന്നുള്ള രീതിയിൽ വർക്ക് ബുക്കിൻ്റെ വ്യൂ മാറ്റാൻ കഴിയും. ഇവിടെ ഇപ്പോൾ ഉള്ളത് നോർമൽ വ്യൂ ആണ്. പേജ് ബ്രേക്ക് പ്രിവ്യൂ, പേജ് ലേഔട്ട്, അതുപോലെ കസ്റ്റം വ്യൂ എന്നുള്ള രീതിയിൽ നമുക്ക് കസ്റ്റമായിട്ട് ഇതിനെ സെറ്റ് ചെയ്യാൻ പറ്റും. സാധാരണ രീതിയിൽ നമ്മൾ നോർമൽ വ്യൂ ആണ് ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് ഇവിടെ ഷോ എന്നതിൽ ഇവിടെ ഗ്രിഡ് ലൈൻ ആക്റ്റീവ് ആണ്, ചെക്ക് ചെയ്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് റിമൂവ് ചെയ്ത് നോക്കാം. ഗ്രിഡ് ലൈനിൽ ക്ലിക്ക് ചെയ്താൽ ഇവിടെയുള്ള ഗ്രിഡ് ലൈൻ, അതായത് കള്ളികൾ ഒഴിവായിട്ടുണ്ട്.
അപ്പോൾ ഇങ്ങനെ ഗ്രിഡ് ലൈൻ ഒഴിവാക്കാൻ ഇവിടെ ഗ്രിഡ് ലൈൻ റിമൂവ് ചെയ്താൽ മതി. ആക്റ്റീവ് ആക്കാൻ ഇവിടെ ചെക്ക് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് ഫോർമുല ബാർ, ഇവിടെ ഈ കാണുന്നതാണ് ഫോർമുല ബാർ. അത് ആക്റ്റീവ് ആക്കാൻ ഡീആക്റ്റീവ് ചെയ്യാനൊക്കെ നമുക്ക് കഴിയും. അതുപോലെ നമ്മുടെ ഈ ഒരു ഇൻ്റർഫേസ് വർക്ക് ചെയ്യുന്ന ഏരിയ എന്ന് പറയുന്നത് ഇതാണ്. ഇതിനെ നമുക്ക് സൂം ചെയ്യണമെങ്കിലും സൂം ഔട്ട് ചെയ്യണമെങ്കിലും ഇവിടെ ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ സൂം എന്നതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് എത്ര പെർസെൻറ്റേജ് മാഗ്നിഫിക്കേഷൻ അല്ലെങ്കിൽ സൂം ചെയ്യാം എന്നുള്ളത് പറഞ്ഞു കൊടുക്കാം. ഇവിടെ 200%, 100% ആണിപ്പോൾ. 200% സെലക്ട് ചെയ്താൽ അത് 200%-ൽ സൂം ചെയ്യും. അതായത് സെല്ലുകളുടെ സൂമിങ് വലുതാവും. മാഗ്നിഫിക്കേഷൻ അതായത് കുറേ കൂടി വലുതായിട്ട് കാണാം. ഇത് അതായത് വ്യൂ ടാബിൽ സൂമിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്ത് 100% ക്ലിക്ക് ചെയ്താൽ 100%-ൽ ഈ സെല്ലുകൾ അറേഞ്ച് ആകും. സെല്ലുകൾ സൂം ചെയ്യാനാണ് യൂസ് ചെയ്യുക. സൂമിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ കസ്റ്റം എന്നതിൽ ക്ലിക്ക് ചെയ്ത് ഇവിടെ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. 300 കൊടുത്തിട്ട് ഓക്കെ അടിക്കുകയാണെങ്കിൽ അപ്പോൾ 300%-ൽ ഇത് സൂം ചെയ്തു. അതായത് വർക്ക് ചെയ്യുന്ന ഏരിയ. അപ്പോൾ നമുക്ക് കുറേയും കൂടി വ്യക്തമായിട്ട് ഡാറ്റകൾ കാണാൻ കഴിയും ആവശ്യത്തിനനുസരിച്ച്. ഇവിടെ സൂമിൽ പോയിട്ട് 100% ക്ലിക്ക് ചെയ്താൽ 100%-ലേക്ക് തിരിച്ചു വരും. അപ്പോൾ ഇവിടെ നമുക്ക് സൂം ചെയ്യാൻ കഴിയും. അതുപോലെ വിൻഡോ അറേഞ്ച് ചെയ്യാൻ, ന്യൂ വിൻഡോ എടുക്കാൻ, അത് ഫ്രീസ് ചെയ്യാൻ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് വ്യൂ ടാബിലുണ്ട്. അതുപോലെ സ്വിച്ച് ടു വിൻഡോസ്, വിൻഡോകൾ സ്വിച്ച് ചെയ്യുന്നത് മാക്രോസ് ഒക്കെ വ്യൂ എന്ന ടാബിലാണുള്ളത്.